രഞ്ജിത്ത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ചർച്ചാ വിഷയമായിരിക്കുന്നത് സിനിമാ നടിയായ അഹാന കൃഷ്ണയുമായി ബന്ധപ്പെട്ട വലിയ വിവാദമാണ്. അതായത് അമ്മുമ്മയെ നോക്കുന്നില്ല എന്ന് പറഞ്ഞൊരു കസിൻ തൻവി രംഗത്ത് വരുന്നു, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അഹാന അതിന് റിയാക്ഷൻ വീഡിയോ ഇടുന്നു. അപ്പോൾ ഈ കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതിനോട് യോജിപ്പുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരു തരത്തിൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഏറെക്കുറെ ഇപ്പം എക്സാക്ട് ഇതേപോലെ അല്ലെങ്കിൽ കൂടി ഇതുമായിട്ട് സാമ്യമുള്ള പല പ്രശ്നങ്ങളും പല കുടുംബങ്ങളിലും ഉണ്ടാവാറുണ്ട്. ഫോർച്യൂണറുമായി ബന്ധപ്പെട്ടാണ്. അതെ, പല കുടുംബങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ നിരത്തിയിട്ട് നമ്മുടെ ഒരു കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവസി ആണല്ലോ. ഇപ്പോൾ ഒരു ദേശത്തിന് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഉണ്ടായെന്ന് വെച്ച് നാട്ടുകാർ മൊത്തം അറിയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഈ പബ്ലിക്കലി ഇത് കൊടുക്കുന്ന സമയത്ത്, സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് ഇത് റിയാക്ട് ചെയ്യാൻ ആൾക്കാർക്ക് പറ്റത്തില്ല. കാരണം അത് പബ്ലിക്കലി ആയി കഴിഞ്ഞു. അപ്പോൾ അത് അവർക്ക് അവരുടെ അഭിപ്രായം പറഞ്ഞാലേ പറ്റും. ഇപ്പോൾ ഒരു തരത്തിലും ഇപ്പോൾ അതിനകത്തൊരു പ്രായമായ സ്ത്രീ ഉണ്ട്. ഇപ്പോൾ കാരണം അവർക്ക് ഈ സോഷ്യൽ മീഡിയ എന്താണെന്നോ ഇതിനുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ലായിരിക്കും. അപ്പോൾ അവരെയൊക്കെ ഇതിനകത്ത് വലിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഓരോ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യമില്ല. അതെ, ഇപ്പൊ ഒരു ഫാമിലിയും പെർഫെക്റ്റ് അല്ല. ഇപ്പൊ എല്ലാ ഫാമിലീസിലും ചെറുതോ വലുതോ ആയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ചർച്ച ചെയ്യുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാകാത്തത്. ഇപ്പൊ വലിയ വലിയ സെലിബ്രിറ്റികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ചിലർ അത് പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കും, അതിനെപ്പറ്റി പുറത്ത് സംസാരിക്കില്ല. അപ്പോൾ പലരും ഗോസിപ്പൊക്കെ പറയും. എന്നാലും അവരതിനെ ഡിഫെൻഡ് ചെയ്യാനോ അതിലിനി കൂടുതൽ ന്യായീകരണങ്ങൾ കൊടുക്കാനോ ഇറങ്ങാതിരിക്കുക. അതാണ് കുറച്ചുകൂടി നല്ലത്. എനിക്കൊന്ന് അഹാന എന്ന് പറഞ്ഞ വ്യക്തി കുറച്ച് മെച്യൂർ ആയിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് ഇതിലൊരു ഞെട്ടലുണ്ടാകുന്നത്. എനിക്കത് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ രണ്ടുപേരുടെ ഭാഗം ഏകദേശം കേട്ടായിരുന്നു. അപ്പൊ എങ്ങനെ പോയാലും അവർക്ക് ഇപ്പോൾ പ്രായമായവരാണ്, അവർക്ക് പല തരത്തിലുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്കത് അങ്ങനെ വിട്ടുകളയാവുന്ന കാര്യമുള്ളൂ ഇത്. പക്ഷെ ഞാൻ മേഘ അടുത്തൊരു ചോദിക്കും. എനിക്ക് അറിയാനുള്ള ആകാംക്ഷ ഉണ്ട്. അപ്പൊ മേഘയാണ് അഹാനയുടെ സ്ഥാനത്തെങ്കിൽ എന്തായിരിക്കും എടുക്കുന്നത് തീരുമാനം? എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഒരാൾ വന്ന് എനിക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാള് വീഡിയോ ഇടുന്നു, അതിനെതിരെ ഞാൻ റിയാക്ഷൻ വീഡിയോ ഇടുമ്പോൾ അതിനെ കുറച്ചുകൂടെ ആൾക്കാർ കാണുകയാണ്, ഞാൻ മിണ്ടാതിരിക്കാൻ ശ്രമിക്കും. പിന്നെ ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ പ്രായം കൂടുന്തോറും മനുഷ്യർ കുഞ്ഞാവുകയാണ് ചെയ്യുന്നത്. വാശി കൂടും, ദേഷ്യം കൂടും, കുറെ പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ അറിയാം. ഒന്ന് വയ്യാണ്ടാവുമ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞാൽ വേണ്ട ഞാൻ വരില്ല എന്ന് പറയുന്നവരൊക്കെ നമുക്ക് ഭയങ്കര വാശിയാണ്. എൻ്റെ അപ്പച്ചനൊക്കെ കോവിഡ് ആയി. അപ്പോൾ ആദ്യത്തെ വലിയ കോവിഡ് വേവ് അല്ലല്ലോ, അതിനുശേഷം കോവിഡ് വന്ന് അപ്പച്ചനെ ഹോസ്പിറ്റലിലാക്കി. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അപ്പച്ചൻ്റെ വീട്ടിലാക്കി. ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ അമ്മയുടെ ഫോണിലേക്ക് നാട്ടിലാരോ വിളിച്ച് പറയുകയാണ് അപ്പച്ചൻ പശുവിൻ്റെ പുറകെ ഓടുകയാണെന്ന്. അപ്പൊ നമുക്കിത് കാണുമ്പോൾ ദേഷ്യം വരും. കാരണം അത്രയും വയ്യാത്ത ഒരാളെയാണ് നമ്മളിവിടെ കൊണ്ടുവിട്ടത്. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്കറിയാം പ്രായമായ മനുഷ്യരാണ്, അവര് ഇങ്ങനെ ചെയ്യും, പലതും പറയും. നമുക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഇപ്പോൾ 2-3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതുപോലെയാണ് ഈ പ്രായമായവരെയും. അതുപോലെ ഈ പ്രായമാവുമ്പോൾ ഉണ്ടാവുന്ന ദേഷ്യം, വാശി. ഇപ്പോ അഹാന പറയുന്നുണ്ട് ഈ ചായപ്പൊടി ഇട്ട് വയ്ക്കാൻ എന്തിനാണ് മിൽക്കി മിസ്റ്റിന്റെ 10 ഡപ്പ എടുത്ത് വെച്ചേക്കുന്നതെന്ന്. അതൊക്കെ അവരുടെ വാശിയുടെ ഭാഗമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ കാണില്ലേ, ഒരു കവറ് നിറയെ കുറെ കവറുകൾ, ബിരിയാണി വാങ്ങിയ കുറെ പാത്രങ്ങൾ. അത് ഓരോരുത്തരുടെ രീതികളാണ്. അതിനകത്ത് അഹാന പറയുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര വൃത്തിയാണ്. ഭയങ്കര എന്ന് വെച്ചാൽ ഒരുപാട് മെയ്ഡ് വന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഒരു 15ഓളം ആൾക്കാർ അവിടെ വന്ന് നോക്കിയിട്ട് പറ്റിയില്ല, അവരെല്ലാം ജീവനം കൊണ്ട് ഓടുമെന്നാണ് പറയുന്നത്. ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം അതേപോലെ ഗ്രാൻഡ് ഫാദർ ഇതേപോലെ വയ്യാതെ രക്തം ഛർദ്ദിച്ച് കിടക്കുന്ന സമയത്ത് പോലും മെയ്ഡിനെ അകത്തോട്ട് കയറ്റിയില്ല. അവർ വെളിയിൽ വന്നിട്ട് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു അഹാനെ ഫോൺ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് എങ്ങനെ ഇതേപോലെ ആൾക്കാരെ നമ്മൾ മാനേജ് ചെയ്യും? എങ്ങനെ നമുക്ക് അത് ഏതൊരു സമയത്ത് എന്തോ ഒരു വാക്ക് തർക്കം ഉണ്ടായ സമയത്ത് അഹാനയോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഈ ഗ്രാൻഡ് മദർ പെരുമാറി എന്നാണ് അഹാന പറയുന്നത്. ചിലപ്പോ എനിക്കത് നിഷേധിക്കാനൊന്നും കഴിയില്ല. ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കാം. അത് എനിക്ക് പ്രായത്തിന്റെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പൊ എന്റെയോ രഞ്ജിത്തിന്റെയോ വീട്ടില് ദേഷ്യം വന്നാൽ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് തെറി വിളിക്കില്ലായിരിക്കും, നമ്മളെ മോശമായിട്ടൊന്നും പറയില്ലായിരിക്കും. പക്ഷെ അങ്ങനത്തെ വീടുകളും കാണുമായിരിക്കും. ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ഒരു നേച്ചർ ഉണ്ട്, ഒരു മുരടൻ സ്വഭാവം പലർക്കും ഉണ്ട്. ആ പ്രായമായി വരുന്നതിന്റെ പ്രശ്നങ്ങൾ പലർക്കും ഉണ്ട്. പറഞ്ഞാൽ കേൾക്കില്ല, അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ചെയ്താലും എന്നുള്ളൊരു ദേഷ്യം വരും. അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നു അതിനെ ഡീൽ ചെയ്യേണ്ട രീതിയിൽ ഡീൽ ചെയ്യണം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ഈ പറഞ്ഞ ട്രെയിൻഡ് ആയിട്ടുള്ള ഹോം നഴ്സുകളെ കൊടുക്കുക. നമുക്കെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ
പ്രായമായിട്ടുള്ളവരെ ഡീൽ ചെയ്യുന്നത് അവരെന്തോ പറയട്ടെ, ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അവർ. ചില തൊടുന്നതിന് പിടുന്നതിനൊക്കെ പ്രശ്നങ്ങൾ പറയും, അതങ്ങനെ വെച്ചുകൂടെ, ഇത് ഇങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ അതിൻ്റെതായ ഒരു ഇത് കൊടുത്തിട്ട് നമ്മൾ അത് ഒത്തുപോകുന്നുള്ളതാണ്. അതുപോലെ ഇപ്പൊ ഈ തൻവിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം, തൻവിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഈ അപ്പനും അമ്മൂമ്മയുമായിരുന്നു. കാരണം കുഞ്ഞുനാളിൽ മുതൽ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണ്, അമ്മ വേറെ വിവാഹം കഴിച്ചു. ഈ കുഞ്ഞിനെ വളർത്തുന്നത്, അതിനകത്ത് തൻവി പറയുന്നുണ്ട്, എൻ്റെ ഒരു ഡയപ്പർ പോലും എൻ്റെ അച്ഛനും അമ്മയും ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ഗ്രാൻഡ് പാരൻസ് ആണ് എന്നെ വളർത്തിയത്. അപ്പോൾ ലോകത്ത് ആര് എതിർത്ത് നിന്നാലും ഈ ഗ്രാൻഡ് പാരൻസിനെ ഡിഫെൻഡ് ചെയ്ത് അവർക്ക് വേണ്ടി സംസാരിക്കാൻ തൻവി നിൽക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ അതിനുശേഷം അഹാന എന്ന് പറയുകയാണ്, അങ്ങനെയൊന്നും അല്ല, തൻവിയുടെ അമ്മ അങ്ങനെ തൻവിയെ നോക്കാത്ത ആളൊന്നും അല്ല എന്ന് അഹാന ഇരുന്നങ്ങ് പറയാണ്. അതെങ്ങനെയാ പറയാൻ കഴിയുക? തൻവിയല്ലേ പറയേണ്ടത്, എനിക്ക് ആ സ്നേഹം കിട്ടിയിട്ടില്ല, എന്നെ ഒരാൾ നോക്കിയിട്ടില്ല എന്ന് ആ കുട്ടിയാണ് പറയേണ്ടത്. ആ കുട്ടി അത് പറഞ്ഞു. അതിനെ ഇൻവാലിഡേറ്റ് ചെയ്യാൻ ഇപ്പൊ ആരുമല്ല, ഒരു റൈറ്റും ഇല്ല. അപ്പോ ആ കുട്ടി പറയുന്ന, ഇപ്പൊ ഈ പറഞ്ഞ അമ്മൂമ്മ തിരിച്ച് തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങാടിപ്പാട്ട് പാടി എന്ന് പറയുന്നത്, ദേഷ്യപ്പെട്ടെന്ന് പറയുന്നത്, എന്നാൽ പോലും തൻവി അവരെ പ്രൊട്ടക്ട് ചെയ്യും. കാരണം ഈ ലോകത്ത് അവർക്ക് സ്വന്തമെന്ന് പറയാൻ ഇവർ മാത്രമേ ഒരു കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണുന്ന ആൾക്കാരോട് ആയിട്ട് പറയാം, നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, സാധാരണ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇവർ പറയും, വല്ലവൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എടുത്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ, ഇതൊക്കെ വിറ്റ് നീയെ കാര്യം തിന്നുന്നത്, ഈ ഒരു ടൈപ്പ് സംസാരം ഉണ്ടാവാറുണ്ട്. അത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വീഡിയോസിന്റെ വ്യൂസ്, ഇത് എനിക്ക് മുഴുവൻ വീഡിയോ കാണാൻ മടിയായിട്ട് ഞാനിങ്ങനെ വന്ന ഷോർട്സുകളിൽ നിന്നാണ് കാര്യങ്ങൾ കുറെയൊക്കെ മനസ്സിലാക്കിയെടുത്തത്. ഇത് മുഴുവൻ ഇരുന്ന് കാണാനും ഒക്കെ ആൾക്കാരുണ്ട്, ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് റിയലി. നമ്മൾ പോലും ഇത് ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് ഇത് കാണാൻ ആളുള്ളത് കൊണ്ടാണ്. അപ്പോൾ കണ്ടിട്ട് കുറ്റം പറയുന്നത്. അപ്പൊ ഈ അനാവശ്യമായ ഡ്രാമ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഡംപ് ചെയ്യാതിരിക്കുന്നതാണ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ചെയ്യേണ്ട ഒരു കാര്യം. സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഒരുവിധം എല്ലാ ആൾക്കാരും ചർച്ച ചെയ്യുമ്പോൾ റെലവെന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യണം. അതെ, ഇപ്പൊ ഞാൻ ഇന്ന് ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ ആണ് അപ്പൊ കാണണം. അപ്പൊ പുള്ളി ഇതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ്, അവരുടെ ഫാമിലി കാര്യത്തെ പറ്റി നമ്മൾ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചാൽ, നിങ്ങളിത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു, അപ്പോൾ ഇതിനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇത് കാണുമ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യാൻ തെറ്റൊന്നുമില്ല. അയാളുടെ പണി അതാണ്, അയാൾ ചെയ്യും, അതിന് കാണാൻ ആൾക്കാരുണ്ട്, എന്നിട്ട് വന്ന് കുറ്റം പറയാൻ നിൽക്കുന്നത്. അതെ, അതുപോലെ പലരുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഈ അമ്മുമ്മയുടെ ഈ ഒരു മുരടൻ സ്വഭാവം, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന സ്വഭാവം, ഇറിറ്റേറ്റഡ് ആവുന്ന സ്വഭാവം ഒക്കെ ഉണ്ടാവുമായിരിക്കാം. ഇങ്ങനെയാണോ അത് ഡീൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ എല്ലാവരുടെയും ജീവിത സാഹചര്യം ഒരുപോലെയല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല അവർ കടന്നുപോയത്. എന്ത് തന്നെയായാലും പറയേണ്ട മെസ്സേജ് ഇത് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ ഒരു ഫോർച്യൂണർ വാങ്ങാൻ പൈസ കിട്ടുമായിരിക്കും, പക്ഷെ സ്വയം എല്ലാവരുടെയും മുന്നിൽ അപഹാസ്യരാകാതിരിക്കുക. അതെ.